നമസ്കാരം. SFI ഗുണ്ടായിസം വീണ്ടും ചർച്ചകളിൽ നിറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വിമർശനങ്ങൾ കടക്കുകയാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് SFI വീണ്ടും ഇപ്പോൾ തലപൊക്കിയിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിലടക്കം SFIക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ വ്യാപകമായ വിമർശനം പല തലങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഭവം. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ കുറ്റം ചെയ്തതായിട്ടാണ് പോലീസിന്റെ കണ്ടെത്തൽ. 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തുവെന്നും എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വെള്ളിയാഴ്ച പോലീസ് നോട്ടീസ് നൽകി. അതേസമയം പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു എന്ന കേസിൽ പ്രതികളായ SFI പ്രവർത്തകർക്കെതിരെ യാതൊരുവിധ നടപടിയുമില്ല താനും. സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 കേസുകളാണ് സ്റ്റേഷനിലുള്ളത്. ഒന്ന് പ്രിൻസിപ്പലിനും രണ്ടാമത്തേത് SFI പ്രവർത്തകർക്കെതിരെയുള്ളതും. SFIയുടെ ഏരിയ പ്രസിഡന്റ് അഭിനവിനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ തന്നെ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തുവെന്ന സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണവും നടന്നു. ഇതിനെതിരെ പ്രിൻസിപ്പൽ പരാതിയും നൽകിയിട്ടുണ്ട്. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ ഇത്തരത്തിൽ നോട്ടീസ് നൽകി വിട്ടയക്കാറുണ്ട്. അതേസമയം കണ്ടാൽ അറിയാവുന്ന 4 പേരടക്കം 15 പേർക്കെതിരെ പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരേക്കും നടപടി എടുത്തിട്ടില്ല താനും. അതേസമയം കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് SFI നേതാവിന്റെ ഭീഷണി പ്രസംഗത്തിനെതിരെ പ്രിൻസിപ്പൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. പോലീസ് സാന്നിധ്യത്തിൽ നടത്തിയ ഭീഷണിയിൽ പോലീസ് സ്വമേധയാ നടപടി സ്വീകരിക്കാത്തതിനാലാണ് കോടതിയെ സമീപിക്കുന്നത് എന്ന് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ അറിയിച്ചിരുന്നു. SFI പ്രവർത്തകർ കോളേജിലേക്ക് നടത്തിയ മാർച്ചിലായിരുന്നു പ്രിൻസിപ്പലിനെതിരെ SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് ഭീഷണി മുഴക്കിയത്. അതേസമയം SFI നേതാവിനെ മർദ്ദിച്ചു എന്ന കേസിൽ പ്രിൻസിപ്പലിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയ SFI നേതാവ് SFI ഏരിയ സെക്രട്ടറി നവതേജാണ് പ്രിൻസിപ്പലിനെതിരെ ഭീഷണി പ്രസംഗം നടത്തിയത്. കോളേജിലേക്ക് SFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെയാണ് SFI ആരോപണവുമായി രംഗത്ത് വന്നത്. പ്രിൻസിപ്പലിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും ഒരു കാരണവശാലും ക്യാമ്പസിൽ കയറ്റില്ല എന്നും സമരം ശക്തമാക്കാനുമാണ് തീരുമാനമെന്നും പറഞ്ഞ SFI നേതാക്കൾ പ്രിൻസിപ്പലിനെതിരെ ഭീഷണി മുഴക്കി. SFI നേതാവിനെ മർദ്ദിച്ച അധ്യാപകൻ ഇനി 2 കാലിൽ കോളേജിൽ കയറില്ല എന്ന് SFI ഏരിയ സെക്രട്ടറി നവതേജ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യാനുള്ള കഴിവ് SFIക്ക് ഉണ്ട് എന്നും ഈ അധ്യാപകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് SFIക്ക് നന്നായി തന്നെ അറിയാമെന്നും ഇപ്പോൾ സംയമനം പാലിക്കുകയാണ് എന്നും നവതേജ് പരസ്യമായി വെല്ലുവിളിക്കുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നതാണ് വസ്തുത. ഇത്രയും പരസ്യമായി ഒരു കോളേജ് അധ്യാപകന് നേരെ കൊലവിളിയാണ് SFI നടത്തിയത്. എന്നിട്ടും അത് നോക്കി കയ്യും കെട്ടി നിൽക്കുകയാണ് പോലീസ്. മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യാനായി പുറത്ത് തലതൊട്ടപ്പന്മാരായ നേതാക്കൾ ഉണ്ട് താനും. ഏതായാലും അഹങ്കാരവും ധാർഷ്ട്യവും തലക്ക് പിടിച്ച SFI എന്ന ക്രിമിനൽ സംഘടനയ്ക്കെതിരെ പ്രിൻസിപ്പൽ ഹൈക്കോടതിയെ സമീപിച്ചാൽ ഈ കേസ് സ്വാഭാവികമായും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാകും എത്തുക. പിന്നീടുണ്ടാവുന്ന പുകിലുകൾ കണ്ടു തന്നെ അറിയണം.